എന്ന് മാത്രമല്ല, 683 വഫാത്തായ മറാക്കിഷി എന്ന് പറയുന്ന ഒരു സൂഫി പണ്ഡിതൻ അദ്ദേഹം ഒരു കിതാബ് എഴുതി, മിസ്ബാഹുൽ ളലാം ഫിൽ മുസ്തഗീസ് ബിഖൈരിൽ അനാം അലൈഹി സ്വലാത്തു വസ്സലാം ഫിൽ യഖ്ലതി വൽ മനാം. അതാണ് കിതാബിന്റെ പേര്. ഒരു വലിയ പേരാണ്. ആളെ പറ്റി കിതാബിൽ നമ്മൾ പേര് എഴുതാം. ആളെ പറ്റിക്കാനാണ് പോലും കിതാബിന്റെ പേര് നീട്ടിയത്. എന്തിനാ പറയുന്നത്? ജിന്നു മുജാഹിദിന്റെ പുതിയ വാദം, കിതാബിന്റെ പേര് കുറച്ച് നീണ്ടുപോയാൽ അത് ആളെ പറ്റിക്കലാണ്, അത് ഇവിടെ ഖുറാഫാത്ത് പ്രചരിപ്പിക്കലാണ്. എന്തിനാണ്? സ്വഹീഹുൽ ബുഖാരി തള്ളാനുള്ള പുതിയ പദ്ധതിയാണ്. കാരണം സ്വഹീഹുൽ ബുഖാരിയുടെ പേരെന്താ? എന്താ മൗലവി സ്വഹീഹുൽ ബുഖാരിയുടെ പേര്? ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തൽഖീസിൽ രേഖപ്പെടുത്തി, സ്വഹീഹുൽ ബുഖാരിക്ക് അവർ ഏരിയ ശറഹിൽ അവർ പഠിപ്പിച്ചു. അവർ ഫഖദ് സമ്മാഹു മുഅല്ലിഫുഹു അബൂ അബ്ദുല്ലാഹിൽ ബുഖാരി റഹിമഹുല്ലാഹു തആല വറദിയ അൻഹു. മഹാനവറുകൾ സ്വഹീഹുൽ ബുഖാരിക്ക് വെച്ച പേര് അൽ ജാമിഉൽ മുസ്നദുസ് സ്വഹീഹ് അൽ മുഖ്തസറു മിൻ ഉമൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുനനിഹി വഅയ്യാമിഹി. പേരിന്റെ വലിപ്പം നീണ്ടുപോയാൽ ഖുറാഫാത്ത് പ്രചരിപ്പിക്കാനുള്ള മാർഗമാണ്, അത് ദുർവ്യാഖ്യാനത്തിനുള്ള, അത് പച്ചക്കളവ് പറയാനുള്ള മാർഗമാണ്. പറയണം നിങ്ങൾ ആരെക്കുറിച്ച്? ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ കുറിച്ച്. നിങ്ങൾ പഠിപ്പിച്ച ആശയത്തിനെതിരെ ഒരു ഇമാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വിധേനയും കുതിരകൾ. ഇതല്ലേ നിങ്ങൾ ചെയ്യുന്ന പണി?